ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനിത് ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള തന്നെ നെയ്യാറ്റിൻകര ബാലരാമപുരം കട്ടച്ചാൽ കുഴി എന്ന് പറയുന്ന സ്ഥലത്തെ ചിക്കൻ പെരട്ടിൻ്റെ രീതിയിലാണ്. അപ്പോൾ അതെങ്ങനെ, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ 3/4 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുവാണ്. ആദ്യം നമ്മുടെ മുളക് പൊടി ഞാൻ 2 സ്പൂൺ ഇടുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച്, ഞാനിപ്പോൾ ഈ ചിക്കനിലേക്ക് മാത്രമുള്ള മുളക് പൊടി നമ്മൾ ഇനി ആഡ് ചെയ്യും. ഇപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ചിക്കനിലേക്ക് മാത്രം. ദെൻ മല്ലിപ്പൊടി 2 സ്പൂൺ മുളക് പൊടി എടുക്കുകയാണെങ്കിൽ അതിന് പകുതി വേണം മല്ലിപ്പൊടി എടുക്കാൻ, അത് ശ്രദ്ധിക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ മുളക് പൊടിയുടെ ക്വാണ്ടിറ്റിയുടെ പകുതി ആയിരിക്കണം മല്ലിപ്പൊടി ഇടേണ്ടത്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവിടുത്തെ ചിക്കൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു പെരട്ട് ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റിയാണ്. അതിനോടൊപ്പം തന്നെ ഗരം മസാല ഞാൻ 1/4 സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ചിക്കൻ മസാല 1 സ്പൂൺ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിൽ മസാല എന്നാണ് പറഞ്ഞിരുന്നത്, എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. ഗരം മസാലയാണ് ഞാനിവിടെ കൂടുതലും മസാല എന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത്, കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് നമുക്ക് തന്നെ ഉപ്പും ആഡ് ചെയ്ത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ശരിക്കും അവരിതിനെ ഇങ്ങനെ മിക്സ് ചെയ്യാറൊന്നുമില്ല, ഈ പൊടികൾ ഇതിലേക്ക് ഇട്ട് വച്ചേക്കത്തേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുവാണ്. ഇനി നമുക്കത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കാം 15 മിനിറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം പാനിൽ നമ്മുടെ പെരട്ടിന് ആവശ്യമായിട്ടുള്ള ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാം. അതുപോലെ തന്നെ കടുക് പൊട്ടിക്കാം. കടുകും വറ്റൽമുളകും ഇടുന്നുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പുതിന ഇലയാണ് അവർ ഇടുന്നത്. കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു കൈക്കുള്ളിൽ പുതിന ഇല. ആ പുതിന ഇല ഞാൻ ഈ എണ്ണയിലേക്ക് ഇടുവാണ്. പുതിന ഇലയുടെ ടേസ്റ്റാണ് ഈ ചിക്കന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ആ പുതിന ഇലയുടെ മണമൊക്കെ നമുക്ക് നല്ല സൂപ്പർ ഒരു മണമൊക്കെ വരും ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും. അതിനോടൊപ്പം തന്നെ കറിവേപ്പില ഇടുന്നുണ്ട്. പുതിനയിലയും കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചിക്കൻ, നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവര് രമ്പയില ഇടുന്നുണ്ട് ഇതിനകത്ത്. എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് ഇടാത്തത്. എനിക്ക് പുതിനയില മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് രമ്പയില വേണമെങ്കിൽ നമ്മൾ ഈ എണ്ണ താളിക്കുന്ന സമയത്ത് ഇടാം. അപ്പോൾ ചിക്കൻ അടച്ചു വെച്ച് കുറച്ച് നേരം, ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാടൻ കോഴിയാണ്, അതുകൊണ്ട് കുറച്ചൊന്ന് വേവുണ്ട്. ഇത് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അത് വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നോക്കിയിട്ട്, കാരണം അറിയാൻ പറ്റത്തില്ല നമ്മുടെ ചിക്കൻ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഈ തുറക്കുമ്പോൾ തന്നെ നല്ല ഈ പുതിനയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ടാവും, പുതിനയുടെയും കറിവേപ്പിലയുടെയും. പിന്നെ ഈ ഒരു ചിക്കൻ പെരട്ടിന്റെ പ്രത്യേകത, നമ്മൾ ഇതിൽ ഇഞ്ചിയോ വെളുത്തുള്ളി പേസ്റ്റോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, സവാളയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ നേരത്തെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അതുപോലെ ആ 1 സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ അതിന് പകുതി 1/2 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് 1-2 സ്പൂൺ നിങ്ങൾക്ക് ഇടാം. ഇനി ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് പുരട്ടിയെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ വേവ് അനുസരിച്ച് എടുക്കാം. നാടൻ കോഴി തന്നെ എടുക്കണം എന്നില്ല. നാടൻ കോഴി വയ്ക്കുമ്പോഴത്തേക്കും ആയിരിക്കും ഇതിന് ഈ ഒരു ചിക്കൻ പെരട്ടിന് ടേസ്റ്റ് കിട്ടുന്നത്. നമ്മുടെ ഈ മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ അവിടെ ഉപയോഗിക്കുന്ന അത്രയും വെളിച്ചെണ്ണയും ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണമെന്ന് തോന്നുവാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പം നമ്മുടെ ചിക്കൻ പെരട്ട് ഏകദേശമൊക്കെ അതിലോട്ട് ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇളക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെറു തീയിലിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് എത്രത്തോളം നമ്മൾ ആ എണ്ണയിലിട്ട് ഇതിനെ വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ചിക്കൻ പെരട്ട് ടേസ്റ്റി ആയിട്ട് മാറും. നമ്മുടെ ചിക്കൻ പെരട്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അഡീഷണൽ, നമുക്കറിയാലോ ചിക്കൻ പെരട്ടിൽ നമ്മൾ പുറത്തുനിന്ന് വെള്ളമൊന്നും ചേർക്കത്തില്ല. അപ്പോൾ ഒരു രീതിയിലും വെള്ളം ചേർക്കരുത്, ചിക്കൻ്റെ വെള്ളം മാത്രമേ ഇതിൽ ഇറങ്ങാവൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള
ചിക്കൻ പെരട്ട്, അതായത് കട്ടച്ചാൽ കുഴി ചിക്കനാണ്. എല്ലാ പെരട്ടും പോലെയല്ല, ഇതിന് ഞാൻ പറഞ്ഞില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ചിക്കൻ തന്നെ ഇടുന്നതെന്ന് വെച്ചാൽ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, അവധി ദിവസങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇപ്പോൾ ചിക്കനൊക്കെ നിങ്ങളെല്ലാവരും വാങ്ങും ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇത് മാക്സിമം എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ എണ്ണ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ, പെരട്ടിന് ശരിക്കും എണ്ണയാണ് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് എണ്ണയിലിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അതിന്. ആ എണ്ണയുടെ ക്വാണ്ടിറ്റി കൂടുന്തോറും നമ്മുടെ ഈ ചിക്കൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിവിടെ എണ്ണ കുറച്ച് എടുത്തിട്ടുള്ളൂ എന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം, പിന്നെ ആ രമ്പയുടെ ഇല ഇട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് രമ്പയില ആഡ് ചെയ്യാം, പിന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ മാക്സിമം നന്നായിട്ട് ഇതിനെ എണ്ണയിലിട്ട്, ചെറുതീയിൽ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ, കട്ടച്ചാൽ കുഴി ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു.